ഹലോ ഗായ്സ്, ഇന്ന് എനിക്ക് സ്കൂളിൽ വിട്ട് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് എനിക്ക് സ്കൂളുണ്ടായിരുന്നു, ശനിയാഴ്ചയായിരുന്നു. സ്കൂളിലൊക്കെ പോയി വന്ന് ഞാനിപ്പോൾ യൂണിഫോം പോലും മാറ്റാണ്ട് എനിക്ക് അമ്മയുണ്ട് ഒരു സർപ്രൈസ് വെച്ചിട്ട്. അതൊക്കെ ഞാൻ അൺബോക്സ് ചെയ്തു. ഒരു ആവേശത്തിന് ഞാൻ വീഡിയോ ഒന്നും ഓർമ്മിച്ചില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ യൂട്യൂബിലെ എല്ലാ വീഡിയോസും കണ്ടിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടൊരു വാങ്ങിയൊരു സാധനമാണ്. ഇതിപ്പോൾ നിങ്ങളിടയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കൈ എഴുതാന്ന് തോന്നുന്നു. അപ്പോൾ ഇത് അനക്കില്ലായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്ക് കിട്ടാത്ത സ്ഥലം കിട്ടുമ്പോൾ ഒരു ഇതല്ലേ, അപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ കാണിച്ച് തരാം. എൻ്റെ ഈ ഒരു ബാഗിലാണ് ഈ ഒരു സ്കെച്ചാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. പേസ്റ്റൽ കളേഴ്സിൻ്റെ പേരൊന്നും അറിയില്ല. നല്ല എനിക്കിഷ്ടം. ഞാൻ യൂട്യൂബിൽ ക്രാഫ്റ്റ് വീഡിയോസിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു സ്കെച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ എനക്കും വേണമെന്നൊരിത് അങ്ങനെ എനിക്ക് വാങ്ങിത്തന്നതാണ്. ഇത് മാത്രമല്ല ഇനിയും ഉണ്ടെന്ന്. അപ്പോൾ ഇതാണ് സംഭവം. നിങ്ങൾക്കറിയാമായിരിക്കും, നിങ്ങളടുക്ക് ഉണ്ടാവും. ക്രാഫ്റ്റ് ചെയ്യുന്നവരടുക്ക് എന്തായാലും ഇങ്ങനത്തെ സ്കെച്ച് ഉണ്ടാവും. എല്ലാവരുടെ ഉണ്ടാവണമെന്നില്ല. എനക്കും ഇപ്പോൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എൻ്റെ കയ്യിലോട്ട് കിട്ടിയത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സന്തോഷമുണ്ട്. സെക്കൻഡ് പിന്നെ ഞാൻ പറഞ്ഞിങ്ങനെ പെയിൻ്റെല്ലാം ഇങ്ങനെ കലക്കുന്ന ഒരു സംഭവമില്ലേ, പേരൊന്നും അറിയില്ല. അങ്ങനത്തെ ഒരു സംഭവം അതാണ് ഞാൻ വാങ്ങിയത്. ഇനി അടുത്തതുണ്ട്. 3 ഒട്ടാകെ ഞാൻ വാങ്ങിയത്. ഇതാണ് ആ സ്കെച്ചിൽ ഉള്ള ഒരു കളേഴ്സ്, ഷെയ്ഡ്സ്. ഇതാണ് ആ സ്കെച്ചിലുള്ള ഷെയ്ഡ്സ്. നല്ല ലൈറ്റ് കളറാണ്, നല്ല പീച്ച് കളർ അങ്ങനെയുള്ള ഒരു കളറാണ്. നല്ല ഇഷ്ടപ്പെട്ടു ഭയങ്കര. പിന്നെ ഒരു ബ്രഷിൻ്റെ ഒരു സെറ്റാണ് വന്നിട്ടുള്ളത്. പലതരം ബ്രഷിൻ്റെ. ഇങ്ങനത്തെ ബ്രഷൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനത്തെ ബ്രഷൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ബ്രഷുണ്ട്. ഇങ്ങനത്തെ ഇത് ആദ്യം ഞാനൊരു ഇങ്ങനെ ചെറിയൊരു ഇങ്ങനത്തെ ഒരു ചെറിയ സംഭവം. അതിൽ ഇതും പിന്നെ ഇതും ഇതേ ഉള്ളൂ. ഇപ്പം എനിക്കിത് ഇങ്ങനത്തെയും കിട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇങ്ങനത്തെ ബ്രഷൊക്കെ ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ യൂട്യൂബിൽ ഓരോരുത്തരിങ്ങനെ മൂൺ ലാമ്പ് ഉണ്ടാക്കുമ്പോൾ ബലൂണിലിങ്ങനെ പശയാക്കിയിട്ട് ഇങ്ങനെ ഉരക്കുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ബ്രഷ് ഇങ്ങനെ ആക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഉദ്ഘാടനം ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുക. ഉദ്ഘാടനം കഴിഞ്ഞ് ഞാൻ പെട്ടിയാണ് തുറന്ന്. അപ്പോൾ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഉദ്ഘാടനമില്ല, ഇതെല്ലാം പ്രവർത്തിച്ച് നോക്കണ്ടേ. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു ഉദ്ഘാടനം ഞാൻ കഴിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക. ഇനി പറയാനുള്ളത് നിങ്ങൾക്കറിയായിരിക്കും. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് എന്തൊക്കെ ചെയ്ത് വെച്ചോ വായിക്കാതിരുന്നിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.